ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ റെസിപ്പി ഉണ്ടാക്കാം. ഒരു കേസരി, വ്യത്യാസമായ രീതിയിലുള്ള ഒരു കേസരി. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 1 കപ്പ് പയർ പരിപ്പിട്ട് കൊടുക്കാം. അത് നന്നായി വറുത്തെടുത്തതിന് ശേഷം അത് കഴുകി 2-3 വെള്ളത്തിൽ നന്നായി കഴുകി അതേ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതേ കുക്കറിൽ തന്നെ ഇട്ട് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിരുന്നു. 1 കപ്പ് എഡിറ്റിങ്ങിൽ പോയി കേട്ടോ, അവസാനത്തെ കപ്പ്. എന്നിട്ട് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് വയ്ക്കാം. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞു, പരിപ്പ് വെന്തു. നമുക്കിനി അടപ്പ് തുറക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 3 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് അത് നന്നായി അലിഞ്ഞ് കുറച്ചൊരു 2-3 സെക്കൻഡ് നന്നായി അലിഞ്ഞ് നല്ല തിക്കായതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു കടായി വെച്ച് കൊടുക്കാം. കടായിയോ നോൺ സ്റ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ്, കടായി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളതുപോലെ ഇടാം. അത് വറുത്ത് ഒരു പരുവാകുമ്പോഴേക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായി ബ്രൗൺ കളർ ആകുമ്പോൾ അത് വറുത്ത് കോരാം. അത് കോരിയതിന് ശേഷം അതേ കടായിൽ തന്നെ നമുക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കാം. അത് എന്ത് റവയാവാം, വറുത്തതോ വറുക്കാത്തതോ ആയ ഏത് റവയായിരുന്നാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം. അത് നല്ല വറവ് ആയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ തിരികിയതുണ്ടെങ്കിൽ അത് തന്നെ ഇടുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെസിക്കേറ്റഡ് തേങ്ങ ഇട്ടത്, കോക്കനട്ട് ഇട്ടത്. ഇനി അത് നന്നായി വറവായതിന് ശേഷം നമുക്ക് ആ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി അതിനെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി യോജിപ്പിച്ച് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്ന് നന്നായി യോജിപ്പിച്ച് നന്നായി ഇളക്കി, അത് നല്ലപോലെ ഇളക്കി അതിനുശേഷം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഞാനതിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇതിൽ നെയ്യ് എത്ര വേണമെങ്കിലും ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. നന്നായി അത് എൻ്റെ ആ എണ്ണ വിട്ട് വരുന്ന ആ പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന കാഷ്യൂവും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഇതാണ് അതിൻ്റെ പരുവം. ആക്കണ്ട സൈഡിലുള്ള ആ എണ്ണ ഇങ്ങനെ അതാണ്. അത് വരുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ച് സെർവ് ചെയ്യാം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പ്ലീസ്.